ഹായ് ഫ്രണ്ട്സ്. ബെറോട്ട ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി തന്നെ ഉണ്ടാവില്ല. ബെറോട്ടയും ബീഫും ബെറോട്ടയും ചിക്കനും അതിന്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. ഈ ബെറോട്ടയെ കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ബെറോട്ട അപകടകാരിയാണ്. ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഈ ബെറോട്ടയിൽ എന്തൊക്കെയാണുള്ളത്. മൈദയും എണ്ണ അല്ലെങ്കിൽ ഡാൽഡയോ വനസ്പതിയോ ആണ്. മൈദയിലാണ് പകുതി പ്രശ്നമുള്ളത്. നമുക്കറിയാം ഈ മൈദ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ ഒരു റിഫൈൻഡ് പ്രോസസ്ഡ് രൂപമാണ്. അപ്പൊ അതിനകത്ത് ഗോതമ്പിലെ പ്രധാനമായിട്ടുള്ള തവിട്, ഫൈബർ കണ്ടന്റ്, മറ്റ് ന്യൂട്രിയൻസ് എല്ലാം ഈ മൈദ പ്രിപ്പയർ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു. വെറും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് മൈദയ്ക്കകത്തുള്ളത്. ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിനോടൊപ്പം തന്നെ ഈ മൈദയുടെ നിറം ഒന്ന് വെളുക്കാനും മൈദ സോഫ്റ്റ് ആകാനും വേണ്ടി ചില കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട്. ബെൻസൈൽ പെറോക്സൈഡ്, അലോക്സിൻ, ഇവയൊക്കെ. ഈ കെമിക്കൽസും ശരീരത്തിന് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നു. ഈ മൃഗങ്ങളിലും മറ്റുമുള്ള പല പഠനങ്ങളിലും ഈ അലോക്സിൻ പോലത്തെ കെമിക്കൽസ് പ്രമേഹം ഉണ്ടാക്കുന്നതായിട്ട് പോലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മൈദയിൽ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ, അതും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ വെറും ഷുഗർ കൂട്ടുക എന്നുള്ളതാണ്, പക്ഷെ നല്ല കാർബോഹൈഡ്രേറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് കൂടാം. പൊണ്ണത്തടിയും മറ്റും ഈ ബെറോട്ട കഴിക്കുന്നത് കാരണം കൂടുതൽ വരാം. രണ്ട്, ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി അല്ലെങ്കിൽ എണ്ണയോ ആയിക്കോട്ടെ, എണ്ണ ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ച് മൊരിച്ചെടുക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് എന്താ ഉള്ളത്? പ്രധാനമായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റും അപകടകാരിയുള്ള ട്രാൻസ് ഫാറ്റുമാണ്. നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ് ഫാറ്റ് പ്രധാനമായിട്ടും ബ്ലഡിലെ ബാഡ് കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ കൂട്ടുന്നു. അപ്പൊ അത്തരത്തിൽ നോക്കിയാലും ഈ ബെറോട്ട ഒരു നല്ല ഭക്ഷണം അല്ല. അപ്പൊ ഒരാൾ ഒരു ശരാശരി ബെറോട്ട കഴിക്കുമ്പോൾ, ശരാശരി വലിപ്പമുള്ള ബെറോട്ട, പല വലിപ്പത്തിലുണ്ട്. ഇപ്പൊ കോയിൻ ബെറോട്ടയാകാം അല്ലെങ്കിൽ മലബാർ ബെറോട്ടയാകാം. സാധാരണ ഒരു ബെറോട്ട കഴിക്കുമ്പോൾ ഏകദേശം 450 മുതൽ 500 കലോറി വരെ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ബെറോട്ട കഴിക്കുമ്പോഴാണ് ഇത്. ഇനി ഒരു മുതിർന്ന ഒരാള് ഒരു ദിവസം അയാളുടെ കലോറിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എത്ര കലോറി കഴിക്കണമെന്ന് ചോദിച്ചാൽ 2000 2200 കലോറിയാണ്. അപ്പൊ അതിൽ ഒരു ബെറോട്ട അയാൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കലോറിയുടെ 25% കിട്ടിക്കഴിഞ്ഞു. നല്ല കഴിക്കുന്ന ഒരാളാണ് 4 ബെറോട്ട ഒരു നേരം കഴിച്ചാലോ അന്നത്തെ കലോറി മുഴുവൻ ആ ബെറോട്ടയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ കലോറി ബോഡിയിലേക്ക് വരുന്നു. ബെറോട്ട കൂടുതൽ കഴിക്കുമ്പോൾ വളരെയധികം കലോറി ബോഡിയിലേക്ക് വന്നിട്ട് ഈ കലോറി പലപ്പോഴും ബോഡിയിൽ ഫാറ്റ് ആയിട്ട് മറ്റും സൂക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ബെറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് കൂടും. ഈ ഷുഗർ കൂടുന്നത് പ്രമേഹ രോഗികളുടെ ഷുഗർ കൂട്ടും, അല്ലാതെ പ്രമേഹ സാധ്യത ഉള്ളവർക്ക് പ്രമേഹം വരാൻ സാധ്യത ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഷുഗർ കൂടുമ്പോൾ അത് പൊണ്ണത്തടി ഉണ്ടാക്കുന്നു, ബ്ലഡിലെ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു, കുടവയർ വരാനും മറ്റും കാരണമാകുന്നു. അപ്പൊ ഷുഗറിന്റെ കാര്യത്തിൽ ബെറോട്ട അത്ര നല്ലവനല്ല. ഷുഗർ പോലെ തന്നെ ബെറോട്ടയിൽ നല്ല പ്രോട്ടീനോ ഫാറ്റോ ഒന്നുമില്ല. അപ്പൊ ബെറോട്ട കഴിക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഒന്നും തന്നെ ബെറോട്ടയിൽ നിന്ന് കിട്ടുന്നില്ല. അതേസമയം നമ്മൾ തവിടോട് കൂടിയ ഗോതമ്പ് ഉപയോഗിച്ചാലോ അതിനകത്ത് ആവശ്യമുള്ള പ്രോട്ടീൻസും മിനറൽസും എല്ലാം കിട്ടുന്നു. ബെറോട്ടയ്ക്കകത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ മൈദയിലെ എല്ലാ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പൊ അതൊന്നും കിട്ടുന്നില്ല, ഒരു ജങ്ക് ഫുഡിന് തുല്യമാണ്. അടുത്തത്, ഇതിനകത്ത് ഡാൽഡയോ വനസ്പതിയോ ഉണ്ട്. അപ്പൊ നല്ല മൊരിഞ്ഞ ഒരു ബെറോട്ട കഴിക്കുമ്പോൾ നല്ല അളവിൽ നമുക്ക് ഫാറ്റ് ബോഡിയിലേക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റുമാണ്. ഈ ട്രാൻസ് ഫാറ്റ് ആണ് LDL കൊളസ്ട്രോൾ ബോഡിയിൽ കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ. നമുക്കറിയാം LDL കൊളസ്ട്രോൾ ആണ് ബാഡ് കൊളസ്ട്രോൾ അഥവാ ഹൃദ്രോഗവും മറ്റും ഉണ്ടാക്കുന്ന വില്ലൻ നമുക്കറിയാം. അപ്പോൾ ബെറോട്ട കഴിക്കുമ്പോൾ LDL കൊളസ്ട്രോളും കൂടുന്നു. അതുകൊണ്ട് ഒരു ബെറോട്ട കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡിക്ക് നല്ലതായിട്ടൊന്നും കിട്ടുന്നില്ല. കൂടുതലും കിട്ടുന്നത് നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നു. അത് കാരണം ബ്ലഡ് ഷുഗർ വളരെയധികം കൂടുന്നു. അപ്പൊ പ്രമേഹമുള്ളവര് ബെറോട്ട കഴിച്ചാലോ, പ്രമേഹമുള്ളവർ ബെറോട്ട കഴിച്ചാൽ അവരുടെ പ്രമേഹത്തിന്റെ ബ്ലഡ് ഷുഗറിന്റെ അളവ് കൂടുന്നു. അതുപോലെ തന്നെ അവർക്ക് ബാഡ് കൊളസ്ട്രോളും മറ്റും കൂടാൻ ഇടയാക്കുന്നു. ഇപ്പൊ ബെറോട്ട ഭക്ഷണ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു ജങ്ക് ഫുഡായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇനി പലരും പറയാറുണ്ട് ഈ ബെറോട്ട കഴിക്കുമ്പോൾ ജങ്ക് ഫുഡാണ്, അതിൽ പ്രോട്ടീൻ ഇല്ല, അതുകൊണ്ട് ബെറോട്ടയോടൊപ്പം ഉദാഹരണത്തിന് പ്രോട്ടീനോ ഫാറ്റോ ഉള്ള ചിക്കനോ മറ്റോ കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് സാലഡ്, വെജിറ്റബിൾസ് സാലഡ് ആയിട്ട് കഴിക്കുക എന്ന് പറയാറുണ്ട്. ഇത് ഒരളവ് വരെ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല പ്രോട്ടീനും ഫാറ്റും മറ്റും ഫൈബറും മറ്റും നൽകാൻ ഉപകരിക്കുന്നു. പക്ഷെ എന്ന് പറഞ്ഞ് ബെറോട്ടയിലെ മൈദയിലെ ദൂഷ്യഫലത്തെ അത് മാറ്റുന്നില്ല. അതുകൊണ്ട് ബെറോട്ട ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചോളം ബെറോട്ട സ്ഥിരമായിട്ട് ഭക്ഷണത്തിന്റെ ഭാഗമാക്കാതിരിക്കുക. മറ്റുള്ളവർക്കും ബെറോട്ട ഒരു സ്ഥിര ഭക്ഷണം, ഒരു സ്റ്റേപ്പിൾ ഡയറ്റോ സ്റ്റേപ്പിൾ ഫുഡോ ആയിട്ട് മാറ്റാതിരിക്കുക. കാര്യം ബെറോട്ട അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. കാര്യം നമ്മുടെ ഇന്നത്തെ മോഡേൺ ഭക്ഷണ രീതിയിൽ ബെറോട്ടയിൽ മാത്രമല്ല അപകടകാരിയുള്ള മൈദയുള്ളത്. നമ്മൾ ബേക്കറി ഫുഡ്, കേക്ക് വാങ്ങിക്കുന്നു, ബ്രെഡ് വാങ്ങിക്കുന്നു, ഇതിലൊക്കെ മൈദയാണുള്ളത്. ഇനി നമ്മൾ സാഹിബിന്റെ ഭക്ഷണമായ പാസ്റ്റയും മറ്റും കഴിക്കുന്നത് ഇതിനകത്ത് മൈദയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോഡേൺ ഫുഡിൽ പ്രോസസ്ഡ് ഫുഡ് പൊതുവെ കൂടുതലാണ്. ഒരു പ്രധാനപ്പെട്ട പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് മൈദയാണ്.
അത് ബേക്കറി ഫുഡ്സിൽ ഇഷ്ടം പോലെയുണ്ട്. ബെറോട്ടയും മൈദയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് ബെറോട്ട മാത്രമല്ല, മറ്റ് പ്രോസസ്ഡ് ഫുഡും എല്ലാം തന്നെ അപകടകാരിയാണ്. ബെറോട്ടയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ബെറോട്ട കഴിക്കുക, പക്ഷെ വല്ലപ്പോഴും കഴിക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ സ്ഥിരമായിട്ട് ബെറോട്ട കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി മറ്റു ചില പഠനങ്ങളിൽ ഈ ബെറോട്ട കഴിക്കുമ്പോൾ നമ്മുടെ വയറിൽ കോൺസ്റ്റിപ്പേഷനും മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് മറ്റും കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ബെറോട്ട കഴിക്കുമ്പോൾ പലതരത്തിലുള്ള മറ്റ് പ്രോട്ടീൻസിന്റെയും മിനറൽസിന്റെയും വയറിൽ നിന്നുള്ള ദഹന പ്രക്രിയയെ അത് ബാധിക്കുന്നു. അതുപോലെ ചില പഠനങ്ങളിൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നു. എല്ലിലെ കാൽഷ്യം കുറയാൻ പോലും സ്ഥിരമായിട്ട് ബെറോട്ട കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നു എന്നും ചില പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ബെറോട്ട കഴിക്കുമ്പോൾ ഒരു ദിവസത്തെ കലോറി മുഴുവൻ കിട്ടുന്ന രീതിയിൽ 4-5 ബെറോട്ട അകത്താക്കാതിരിക്കുക. അതിന്റെ രുചി അറിയാനായിട്ട് 1-2 ബെറോട്ട വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടെ കുറച്ച് പ്രോട്ടീനോ കൂടുതൽ ഫൈബറോ പച്ചക്കറിയോ ചിക്കനോ ആയിക്കോട്ടെ പ്രോട്ടീനു വേണ്ടി ഉൾപ്പെടുത്തുന്നതും ഒരു ചെറിയ അളവ് വരെ നല്ലതാണ്. പക്ഷെ ബെറോട്ട എന്ന് പറയുന്നത് ഒരു ജങ്ക് ഫുഡാണ്. ബേക്കറി ഫുഡും പാസ്റ്റയും പോലെ തന്നെ ഒരു ജങ്ക് ഫുഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. താങ്ക് യു.